2020 Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Judges, ഇനി അശ്വിൻ വരാൻ പോവാണ് പ്ലഗ് ഊരാനായിട്ട്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം അൺപ്ലഗ് റൗണ്ടിൽ. ലെറ്റ്സ് വെൽക്കം അശ്വിൻ. വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോകം തളരും തനുവോടെ ഇടറും വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ വെണ്ണിലാവ് പോലും നിനക്കിന്നെരിയും വേനലായി വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം പൂവൽ കിളിയായി നീ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ മാഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ മിന്നി മായും വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ മോഹശകലം പീലി ചിറകുടിഞ്ഞ ശലഭം നിന്റെ മോഹശകലം പീലി
മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കുമൊരു പാവം കണ്ണീർ മുകിലായി നീ. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോകം. ലാ 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 ലാ. La 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 la. നൈസ് മോനെ, നന്നായിരുന്നു. Number 20 Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. അശ്വിൻ, ചേച്ചി സോങ് സെലക്ഷൻ സൂപ്പർ. താങ്ക് യു. അതുപോലെ ഓർക്കസ്ട്ര സൂപ്പർ ആയിരുന്നു. നല്ല ഷർട്ട്. ഇതാ ചെയ്യിച്ചതാണോ നീ? അല്ല, മേടിച്ചതാ, ആണോ? റെഡിമെയ്ഡ്. എന്താ എഴുതിയിരിക്കുന്ന അവിടെ ഇങ്ങനെ തിളങ്ങുന്നു? അത് ഫ്ലവേഴ്സ്. സ്റ്റോണിന്റെ വർക്കാ, എന്താ അറിഞ്ഞൂടാ. ഓക്കെ, ചോദിച്ചു നോക്കാം നമുക്ക്. ഷാനിക്ക, നന്നായിട്ട് പാടിയ, താങ്ക് യു. പക്ഷേ കുറെ കൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട്. ഓക്കെ. കാരണം ഇത് എന്താ പറയുക, ഒരു എവർഗ്രീൻ സോങ് അല്ലേ. ആരോ വിരൽ നീട്ടി എന്ന് പറയുന്നത് ഒരു ടൈംലെസ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണ്. എനിക്ക് തോന്നുന്നു വിദ്യാജിയുടെ ഒരു മാജിക് പല പാട്ടുകളിലും, ഒരുവിധം എല്ലാ പാട്ടുകളിലും നമ്മളിങ്ങനെ ഡയറക്റ്റ് അനുഭവിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് പറയാം. സർ, മൂവി പ്രണയവർണ്ണങ്ങൾ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറും. പാടിയിരിക്കുന്നത് ദാസാറിന്റെ വേർഷനും ഉണ്ട്, ചിത്രമ്മയുടെ വേർഷനും ഉണ്ട്. ആരവാ അശ്വിനോ, രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ ആരോ അത് അത്ര നീളം വേണ്ട. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഒന്ന് തൊട്ട് പോകുന്നതാണ് ആരോ വിരൽ. അത് ഇച്ചിരി മതി. ഇതൊന്ന് കുറച്ചുകൂടെ അധികം, ഇപ്പം അൺപ്ലഗ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിന് ഇച്ചിരി മതി എന്ന് എനിക്ക് തോന്നി. അതൊരു ഒന്ന് തൊട്ട് തലോടി പോകുന്ന, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോങ് ആയതുകൊണ്ട് ആരോ വിരൽ നീട്ടി, ആരോൻ്റെ വിരൽ നീട്ടിൻ്റെ ടി അത് കുറച്ചുകൂടെ ചെറുതാവാം. ഇത് ഒരു എന്തോ ഒരു വിബ്രാട്ടോയിൽ കുറച്ചുകൂടെ അങ്ങ് നീണ്ടുപോയ പോലെ എനിക്ക് തോന്നി. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെന്ന് എനിക്ക് തോന്നി. പിന്നെ വാക്കുകളുടെ ക്ലാരിറ്റി. ഇപ്പം വെണ്ണിലാവ് ഒക്കെ വിണ്ണിലാവ് എന്നൊക്കെയാണ്, ശരിക്കും വെണ്ണിലാവല്ലേ. അപ്പം പാടി തുടങ്ങിയപ്പോൾ വിണ്ണിലാവ് എന്നൊക്കെയാണ് കേട്ടത്. പിന്നെ മെയിൻ കാര്യം, നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും അശ്വിൻ മൈക്ക് കൈ പിടിച്ചിട്ടാണ് പാടുന്നത്. ഇതിപ്പോൾ അൺപ്ലഗ്ഡിൽ മൈക്ക് സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കാണ്. അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ ഇതൊന്നും മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നില്ല കേട്ടോ. സ്പെഷ്യലി അനുപല്ലവിയുടെ കുറേ ഭാഗങ്ങൾ, മറ്റേ ഹൈ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഫീല് കൊടുത്തിട്ട് അശ്വിൻ പാടുന്നുണ്ട്, പക്ഷെ അത് മൈക്കിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം ഈ മൈക്ക് നോക്കിയിട്ട് പാടാൻ ശ്രമിക്കാം. പിന്നെ അവസാനം ഒരു ലാല വന്നല്ലോ, എന്തായിരുന്നു അതിന്റെ പിന്നിലെ ചേതോ വികാരം? ഞാൻ ഉദ്ദേശിച്ച ലാലയല്ല വന്നത്. ഉദ്ദേശിച്ച ലാല അല്ല വന്നതല്ലേ. അത് ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലായി എന്നുള്ളതാണ് സത്യം. കാരണം നീ ഒരിക്കലും അങ്ങനത്തെ ഒരു ലാല ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ വലിയൊരു കയ്യടി രജിത് ഭായിക്ക് നമ്മൾ കൊടുക്കണം. അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന ഒരു ബീജിൽ ഇദ്ദേഹം കാണിച്ച ഒരു മാജിക് ഉണ്ട്. അത് എവിടേക്കോ വെണ്ണിലവേ അങ്ങനെ നമുക്ക്, എനിക്ക് പെട്ടെന്ന് വെണ്ണിലവേ, ആ പാട്ടും മാജിക്കാണ്, ഇതും മാജിക്കാണ്. അപ്പോൾ രണ്ട് മാജിക്കുകൾ കൂടെ ഒന്നിച്ച് വന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ ആയിരുന്നു. രജിത് ഭായ് കളിക്കരുത്, ഒന്നും പറയാനില്ല, മാജിക്കൽ ഹാൻഡ്സ് ആണ്. അപ്പം ഇതാണ്
അശ്വിൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഓക്കെ കേട്ടോ. ഓക്കെ ബാക്കി ഒരുപാട് ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കേട്ട ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഇനി മൈക്കിലേക്ക് നോക്കി പാടുക പ്ലീസ്. ഓക്കെ സാർ, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ, ഉഗ്രം പാട്ട് സെലക്ഷൻ ഇടാ, താങ്ക് യു സാർ, വണ്ടർഫുൾ. താങ്ക് യു. ആർക്കാണ് ഈ പാട്ട് ഇഷ്ടമല്ലാത്തത്? അതെ, ചക്കരെ നന്നായിട്ട് പാടിയടാ. പക്ഷെ എനിക്ക് കുറേയും കൂടെ നിന്നിൽ നിന്ന് ഞാൻ കുറേയും കൂടെ പ്രതീക്ഷിച്ചിടാ. എനിക്ക് അത് കിട്ടിയില്ല ഉള്ള സത്യം പറഞ്ഞാൽ. അതെന്താണ്, ഏതോ ഒരു നീ ഇപ്പോൾ ഇത് അടിച്ച് കലക്കുമെന്ന് വിചാരിച്ചിരുന്നത്, അത് അങ്ങോട്ട് കലങ്ങിയില്ല. എന്നാലും കുഴപ്പങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. അത് കുറേയും കൂടെ ഒരു ഫീൽ ഓറിയൻറ്റഡ് പാട്ടാണ്. അതിനകത്ത് വലിയ സംഗതികളോ അതൊന്നും അല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഒരു കണ്ണാടി പാത്രം പോലെ നീണ പൊട്ടും ആ ലെവലിൽ ഇങ്ങനെ കൊണ്ടുവരണം. അത് ഇപ്പം ഷാൻ പറഞ്ഞ പോലെ ഈ ആരോ എന്നുള്ളത് നീ അങ്ങനെ അത്ര മറ്റേ ആരോ പോലെ അല്ല, അത് ആരോ കേട്ടോ. അപ്പം അതിന് ഇപ്പം ഷാൻ അത് ദീർഘം കൂടുതൽ ആരോ അത്രയും നീണ്ടപ്പോഴാണ് ഷാൻ വയലൻ്റ് ആയത്. ഞാനിവിടെ പിടിച്ചിരുത്തിയത് ചക്കരെ. അപ്പം അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ അത് ഒരു 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 ടെൻഡർ ഫീലാണ് ഈ പാട്ടിനുള്ളത് അല്ലേ പാട്ട്. അപ്പം അത് മനസ്സിലാക്കണം. ഒരു തൂവല് കൊണ്ട് തലോടിയാൽ ഈ മയിൽപ്പീലില്ലേ, മയിൽപ്പീല് നമ്മളെ ദേഹത്തോട് വരച്ച എന്തൊരു ഫീലാണ്. നമ്മൾ നന്നായിട്ട് തന്നെ പാടി. പക്ഷെ എനിക്ക് നിന്നിൽ ഞാൻ വെച്ചിരുന്ന എൻ്റെ ഇവൻ ഈ ലെവലിൽ പാടും എന്നുള്ള അത് കിട്ടിയില്ല. അതേ ഉള്ളൂ. ആ തൂവൽ, നിന്റെ ആർദ്ര ഹൃദയം, അതൊന്ന് പാടാമോ? നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി. നൈസ് നൈസ്. ആ തൂവലൊക്കെ കുറച്ചും കൂടെ തൂവലല്ലേ, അപ്പൊ അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പാടിക്കോ. നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി. നമ്മൾ പറയുന്നതൊന്നും ഈ അക്ഷരാർത്ഥത്തിൽ അർത്ഥമെടുക്കരുത്. സോഫ്റ്റ് ആക്കണം പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ സോഫ്റ്റ് ആക്കി ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ആ ഒരു വാക്കിന് തൂവൽ, ആ തൂവൽ അത് പറയുമ്പോൾ അതിന് കുറേയും കൂടെ. പിന്നെ നിന്റെ ആ ട്രാവൽ കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാതി മാഞ്ഞ അതെന്തുമായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. എന്തോ അത് വേറെ എന്തോ പാടാൻ വെച്ചിട്ട് പിന്നെ പാടാൻ പറ്റാതെ ആയതാണ്. ഒരു ഭീകര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മുഖത്തും പാട്ടിലും. എന്തായിരുന്നു അത്? അതന്നെ ഉണ്ടായിരുന്നടാ ചക്കരെ. നീ അത് കേട്ടു ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഭീകരാവസ്ഥ. എൻ്റെ അമ്മേ, പെട്ടെന്ന് അന്തം വിട്ടിരുന്ന ലെവലിലേക്ക് ആയി. അതെന്താണെന്നാ ചോദിച്ചത്. ഇനി വേറെ എന്തെങ്കിലും പാടാൻ പ്ലാൻ ഉണ്ടായിരുന്നോ അതിന് എൻ്റെ ഇടയിൽ? ഇല്ല, എന്തോ. എന്നാ ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് പാടി. പാതിമാഞ്ഞ മഞ്ഞിലല്ലേ സാർ? അത് തന്നെ തുടക്കം. പാതിമാഞ്ഞ മഞ്ഞിൽ അല്ല സാർ, അവിടെ സംഗതി പാടിയില്ല. അത് പ്ലെയിൻ ആയിട്ട് പാതിമാഞ്ഞ മഞ്ഞിൽ പാടി. അങ്ങനെ എന്തോ പാടിയത്. അതെന്തോ ഒരു ഗുമ്മില്ലാതിരുന്നു. അതെ അതെ അതെ, അങ്ങനെ പാടി സംഗതി. അത് പതുക്കെ അല്ലായിരുന്നു, അത് ഉറച്ചായി പോയി. പാതിമാഞ്ഞ മഞ്ഞിൽ അത് പ്ലെയിൻ ആയിട്ടാ പാടിയത്. അവിടെ ഒന്നും ഇല്ലായിരുന്നു, മറന്ന പോലെ തോന്നി. അങ്ങനെ അടി തരുന്ന പാതിമാഞ്ഞ മഞ്ഞിൽ അതൊന്നും വന്നില്ല, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫ്ലൂട്ടിന്റെ കൂടെയുള്ള വണ്ടർഫുൾ ആയിരുന്നു. എന്തോന്നടേ ഒന്നി ചേർത്ത് പാടണം അതിന്റെ കൂടെ. ഞാനത് കയറി പിടിക്കുകയും ചെയ്ത് പിന്നൊട്ട് പാടത്തുമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് ശരിയാക്കിയാലോ. അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ അത് തന്നെ കിടക്കും എപ്പോഴും. നൈസ് 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 നൈസ്. അപ്പൊ ഇപ്പൊ അതാ ചീത്തപ്പേര് മാറി. അത്രേ ഉള്ളൂ ചക്കരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അശ്വിനെ മാം, എടാ സൂപ്പർ പാട്ട്. നീ നന്നായിട്ട് പാടി, നന്നായിട്ട് ഓർക്കസ്ട്ര വായിച്ചു, എല്ലാം അടിപൊളി. എനിക്ക് സാറ് പറഞ്ഞ ആ ചിത്തപ്പേരൊന്ന് മാറണമെങ്കിൽ ആ ഹമ്മിങ് അത് ഫ്ലൂട്ടിന് വിട്ടുകൊടുക്കുന്നതായിരുന്നു ഉചിതം എന്നെനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അവിടെ അതെ അതെ, അവിടെ
അത് ആ ഫ്ലൂട്ട് ആണ് അവിടെ ഭംഗി. അതിൻ്റെ കൂടെ കയറി പാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ഒന്നാമത് ക്ലാഷ് വരും. അദ്ദേഹം വായിക്കുന്നത് ഒരു അൺപ്ലഗ്ഡ് സ്റ്റൈലിലാണ്. അപ്പോൾ മോൻ അതിൻ്റെ കൂടെ പാടുമ്പോഴത്തേക്ക് അത് ഒരു കൃത്യതയിൽ പോവില്ല അത്. അതുകൊണ്ട് പിന്നെ ആലോചിച്ച് പാടുമ്പോൾ ഒരു ക്ലാഷും വരും. അപ്പോൾ അതവിടെ വിട്ടുകൊടുക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി. ഇതിൻ്റെ അകത്ത് ഇത് ഓൾറെഡി കുറച്ചൊരു സ്ലോ മെലഡിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി സ്ലോ ആക്കുമ്പോഴത്തേക്ക് മോൻ അതിങ്ങനെ അൺപ്ലഗ്ഡിൽ പാടി വരുമ്പോഴത്തേക്ക് വല്ലാണ്ട് ലാഗായ മാതിരിയാണ് തോന്നിയത്. അല്ലാതെ പാട്ട് പാടാത്തതോ ഒന്നും അല്ല, അസലായിട്ട് പാടി. നല്ല വോയിസ് നന്നായിരുന്നു. കുറച്ച് ചില ഇമോഷൻസ്, ചില ഭാവം കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ വല്ലാണ്ട് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫീല് മാറിപ്പോവും. അത്രേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ടൈം. സ്ലോ പാട്ട് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് വലിച്ചു കഴിയുമ്പോൾ അത് അതിനേക്കാളും സ്ലോ ആയിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില അക്ഷരങ്ങൾ ഇപ്പോഴും സാർ പാടിച്ച ആ ഒരു ഭാഗമില്ലേ, അത് എന്ന് കേൾക്കുന്നുണ്ട്. ആ ആകാരം പോലെ തന്നെ വരണം. ചില സ്ഥലത്ത് ഈ ഒതുക്കുമ്പോഴേ അശ്വിൻ അതിനെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വലിച്ച് ഒതുക്കുകയാണ്. അങ്ങനെയല്ല, ഭാവം കൊടുത്തുകൊണ്ട് ആകാരം അതുപോലെ പാടാൻ ശ്രമിക്കുക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് അതിൽ ആ ഒരു ചെറിയൊരു അപാകത പോലെ വന്നത്. അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, ശരത് സാർ. ചക്കരെ സാർ, 9.2 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. ശഖരേ മാം. 9.2 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. അശ്വിൻ സാർ. ഓക്കെ, സോ ടോട്ടൽ 18.4. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Superstar!